السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى دورة الثالثة من دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിനെളുപ്പയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി 3ാം സെമസ്റ്ററിന്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ എവിടെയാണ്, എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? هل من أحد يذكر الدرس الماضي؟ الدرس الثاني. أكملنا الدرس الثاني. أكملنا الدرس الثاني. ما شاء الله ما شاء الله. ثم سنبدأ اليوم. ماذا نبدأ اليوم؟ رقم ثاني والعشرون. وقفنا وقفنا رقم ثاني والعشرون. ايش؟ اي رقم؟ ايش؟ صفحة رقم 22. الانجل الصفحة الثاني والعشرون. الصفحة الثانية والعشرون. صفحة الثانية الصفحة الثانية. طيب، أو نهاية الدرس الثاني. وبقي عندنا التمارين. طيب، هل تذكرون ماذا درسنا؟ ما الموضوع الذي درسناه؟ واو العطف، واو القسم، واو العطف، واو القسم، يعني واوات. ثم ماذا؟ واوات. واوات. ثم ماذا؟ ثم لعل. إليكم غير منصرف شيء أشياء. طيب، رضي الله. മുൻസരിഫാവെന്ന് പറഞ്ഞു. അതൊക്കെ പഴയ പാടാ. كلم عربي. പ്രാർത്ഥന يعني من الزائدة. طيب، أحسنت. بارك الله فيك. شفاك الله. لدي يعني لدى يا إلى إضافة إلى بيان لديهم. طيب، مضاف إليه. مضاف إليه إيش؟ معنى. طيب، معنى. طيب, അപ്പം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനും പറ്റുന്നുണ്ട്. പറയാനുള്ള ഒരു വെമ്പൽ ഉണ്ടാകും. മാഷാ അല്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആണുങ്ങൾക്കൊക്കെ ഒന്നും പറയാനുള്ള ചാൻസ് കിട്ടുന്നില്ല. സേതു സാഹിബൊക്കെ പറയാൻ തുടങ്ങുന്നതല്ലാതെ ഒന്നും വരുന്നില്ല ഇങ്ങോട്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നെ പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ തെറ്റിയാലേ എന്താവുള്ളൂ. കുറച്ച് ശരിയായിക്കോളും. തെറ്റുമ്പോ അപ്പോഴും തന്നെ പിടിച്ച് ശരിയായിക്കോളും നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് അറപ്പ് വരും. വീണ്ടും പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളെ. പിന്നെ കുറച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കാം, നമുക്ക് പഠിച്ചു പോകാം.
طيب اليوم سنقرأ التمارين. أجب عن الأسئلة الآتية. أسئلة الآتية എന്തുകൊണ്ട് ആദ്യത്തെ എന്ന് സ്ത്രീലിംഗം പറഞ്ഞു? അസ്ഇലത്ത് أسئلة അസ്ഇലത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ആദ്യത്തെ ഒരു അസ്ഇലത്ത് ബഹുവചനമല്ലേ? അസ്ഇലത്ത് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗമായ ബഹുവചനം പറഞ്ഞു. വേഗം വേഗം പറയും. 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിച്ചതാ സംഭവം. طيب أين رأى فيصل حامدا؟ رآه وهو يدخل الحمام. وهو يدخل الحمام. وهو يدخل الحمام. طيب السؤال الثاني أين ذهب حمزة؟ أين ذهب حمزة؟ പാടൊന്നും വായിച്ചില്ല. ذهب إلى المهجر. ذهب إلى المهجر. والثالث متى خرج الطلاب من مكة ومتى وصلوا المدينة المنورة؟ متى خرج الطلاب من مكة؟ خرجوا من مكة والشمس تطلع ووصلوا المدينة المنورة والناس وصله طبيبة طيبة والناس يخرجون من المسجد النبوي بعد صلاة الظهر. ഈബത്ത് എന്ന് പറഞ്ഞ എന്തിനാണ്? മദീന. മദീനയ്ക്കാണ് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ ചോദ്യം മത്താ വസൽ മദീനത്താന്ന്. അപ്പൊ വസൽ മദീനത്താന്ന് മാത്രം പറഞ്ഞു. മദീനത്തൽ മുനവറത്ത യഖ്റുജൂന മിനൽ മസ്ജിദിൻ നബവി ബഅദ സ്വലാത്തുൽ ളുഹ്രി. ബഅദ സ്വലാത്തുൽ ളുഹ്രി. അപ്പൊ ബഅദ സ്വലാത്തുൽ ളുഹ്രി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ പുസ്തകം വായിച്ചോ പഠിച്ചിട്ടുണ്ടോ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യം. നമ്മളെ ക്വസ്റ്റ്യനിൽ ഇത് ചോദിക്കില്ല എന്നുള്ള അറിയാമല്ലോ. ഈ പാസേജിന് നമ്മൾ സാധാരണ ചോദ്യം ചോദിക്കാൻ, അതേസമയം നമ്മൾ സ്കൂളിലെ പരീക്ഷയ്ക്കൊക്കെ പാസേജ് പഠിച്ചില്ല, പാസേജ് ചോദ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ വിഷയങ്ങളെ സംബന്ധിച്ചാണ് പരീക്ഷ ഉണ്ടാവുക. കാരണം ഈ പാസേജ് മനഃപ്പാടമാക്കല് നമ്മുടെ ലക്ഷ്യമില്ല. അതിന് പാസേജ് മനഃപ്പാടമാക്കിയാൽ നമുക്ക് ഒരുപാട് പ്രയോഗങ്ങളും പദങ്ങളും ഒക്കെ കിട്ടും, യൂസേജുകളും പദങ്ങളും കിട്ടും. അതാണ് എൻ്റെ പ്രത്യേകത. طيب السؤال الخامس أو الرابع. من الذي قرأ الحديث؟ മുആവിയ. هو معاوية എന്ന് പറയാം, അല്ലെങ്കിൽ الذي قرأ الحديث هو معاوية എന്ന് പറയാം. طيب الخامس ما معنى الحرم في الآية الواردة في الدرس وما مفردها؟ ما معنى الحرم؟ حرام. مجرمون. ما معنى الحرم؟ معنى المجرمون. മുജിരിമോ? അതോടെ നിട്ടി മുജിരിം എന്ന് പറഞ്ഞാല് സോറി എന്താണ്? അപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ എവിടെന്നോ വായിക്കുക. നിങ്ങളുടെ കയ്യില് മുഹരിം എന്ന് വരണമെങ്കിൽ, മുഹരിം എന്ന വാക്ക് മുജിരിം എന്ന് വരണമെങ്കിൽ കോപ്പി അടിച്ചാലേ പറ്റുള്ളൂ. പണ്ട് സമുദ്രം എന്നെഴുതിയ ആള് അടുത്ത കോപ്പി അടിച്ചപ്പോ മുദ്രം എന്നായി, അടുത്ത ആള് കോപ്പി അടിച്ചപ്പോ മൂത്രം എന്നായി. എഴുതി വെച്ചേലേ കുത്തിട്ട് പോയി നോട്ടിലേ. അപ്പോ അൽ ഹുറം എന്ന് പറഞ്ഞാൽ അൽ മഹരിം. മഹ്റൂമൂൻ എന്നാണ്, അൽ മുഹരിമൂൻ എന്നാണ്. മുഹരിമൂൻ ബഹുവചനമാണ്. മുഹരിമൂൻ. അൽ ഹുറമു ഹുവ അൽ മുഹരിമൂൻ. ബൽ നഹ്നു മഹ്റൂമൂൻ എന്ന് പറഞ്ഞില്ലേ? ബൽ നഹ്നു മഹ്റൂമൂൻ എന്ന് പറഞ്ഞത് എന്താ അർത്ഥം യാ ശൈഖ് സയ്യിദ്?
ചെയ്തു. അത് പിന്നെ ഞങ്ങൾ കൃഷി നശിച്ചപ്പോ ഹറാമില പറഞ്ഞത് ഞങ്ങൾ ഹറം നിങ്ങൾക്ക് ഹറമിലാണ് വിലക്കപ്പെട്ടിരിക്കുന്നു. ബൽ ഇഹ്റാമിലാണ്. നഹ്നു മഹ്റൂമൂൻ എന്ന് പറഞ്ഞത് ഇവിടെ സൂറത്തുൽ ഖലമിലാണ്. അവിടെ എന്താ അർത്ഥം? അല്ല, നല്ല വാക്യാണ്. അൽവാക്കയിലാണ്. അതോ വൽ വാഖിഅത്ത് ബൽ നഹ്നു മഹ്റൂമൂൻ. വിലക്കപ്പെട്ടിരിക്കുന്നു. ആ അങ്ങനെയുള്ള ഉസ്താദിന്റെ അർത്ഥം. അതിന്റെ മുമ്പത്തെ ആയത്ത് എന്താണ്? അഫറഅയ്തുമുൽ ഇന്നാല മുഹറമോൻ, ഇന്നാല മുഹറമോൻ. ഇന്നാല മുഹറമൂൻ. അത് വാക്കിയല്ലാണോ? അതെ അതെ ഞങ്ങൾ കടക്കാരായി പോയല്ലോ എന്നാണ്. അത് വേറെ, അത് മുഹറമൂനാണ്. മുഹറമൂൻ. ബൽനാഹു മഹ്റൂമോൻ. ബൽ നഹ്നു മഹ്റൂമൂൻ എവിടെയുള്ളത്? അതുമായി തന്നെ എന്റെ തൊട്ടായത്തത് എന്തോ അടുത്തടുത്തായ തടയപ്പെട്ടവരെന്നാണ് അവിടേക്ക് അർത്ഥം. അതെ അതെ അതെ, അതിനാൽ തടയപ്പെട്ടവരെന്നാണ് അർത്ഥം. തടയപ്പെട്ടവർ, വിലക്കപ്പെട്ടവർ എന്നാണ്. അതേ പദം സ്ഥലത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ തോട്ടക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ? അവിടെ ഉണ്ടാകുന്ന വായിച്ചു നോക്കുക. ഇവിടെ എന്താണ് മുഹരിം എന്ന് പറയും, ഏകദേശം അതേ ആശയം വരുന്നുണ്ട്, പക്ഷേ രണ്ട് തരം രീതിയിലാണ് ഉപയോഗം. ഇവിടെ മുഹരിം എന്ന് പറഞ്ഞാൽ, ഇവിടെ അൽ ഹുറും എന്ന് പറഞ്ഞാൽ മുഹരിമാണ്. ഇവിടെ മുഹരിം എന്താണ്? അയാൾ എല്ലാ സംഗതിയും വിലക്കി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇഹ്റാം എന്ന് പറയുന്നത് അഹ്റമ ഇഹ്റിം ഇഹ്റാമായ വിലക്കി എന്നാണ്. ഇഹ്റമ വിലക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ തക്ബീറത്തിന്റെ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? വിലക്കുന്ന തക്ബീറാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സംഗതിയും വിലക്കുന്നത്, പിന്നെ നമസ്കാരത്തിലുള്ള സംഗതി മാത്രമേ പറയൂ. അതേപോലെ തന്നെയാണ് ഇഹ്റാം ചെയ്യല്, ഹജ്ജിന് ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി എല്ലാ കാര്യങ്ങളും അനുവദനീയമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് വിലക്കിയ സംഗതികളൊക്കെ, അതെല്ലാം വിലക്കിയ ആൾ എന്ന അർത്ഥത്തിലാണ് മുഹരിം എന്നാണ് പറയുന്നത്. ടെക്നിക്കലി അതിന്റെ അർത്ഥം മുഹരിം എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആള്. നമസ്കാരത്തിലാണെങ്കിൽ തക്ബീറത്ത് ഇഹ്റാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിലക്കുന്ന തക്ബീർ എന്താ? തക്ബീറത്ത് ഇഹ്റാം, നമസ്കാരം ആരംഭിക്കുന്ന തക്ബീറിന് പറയുന്ന പേരാണ് തക്ബീറത്ത് ഇഹ്റാം. അതോടുകൂടി നേരത്തെ അനുവദനീയമായ സംഗതികളൊക്കെ ഹറാമായി, നമസ്കാരത്തിൽ അനുവദനീയമായ സംഗതി മാത്രമേ അനുവദനീയമാകൂ. അതുപോലെയാണ് ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ ഇഹ്റാം ചെയ്യുന്നത് മുഹരിം എന്നാണ് പറയുന്നത്. ഇഹ്റാം ചെയ്തയാള് മുഹരിം. അപ്പം ഇവിടെ എന്താണ് അൽ ഹുറും എന്നത് രണ്ട് അർത്ഥ, അതായത് മുഹരിമിന് രണ്ട് ബഹുവചനമുണ്ട്. ഒന്ന് മുഹരിമൂൻ എന്നും മറ്റൊന്ന് ഹുറും എന്നും. ഓക്കെ, ഹറാമെന്നും പറയും. ഹറാമെന്ന് നിഷിദ്ധമാകൽ എന്നർത്ഥം. അതെ, ഹറാം എന്ന് പറഞ്ഞിട്ട് അതിലെ മുഹരിം എന്നും പറഞ്ഞിട്ടുണ്ട്. ഹുറും ഈ ആയത്തിൽ പറയുന്നത് ഒമാ മുഫ്രദുഹ. മുഫ്രദ് എന്താണ്? ഹറാം എന്നാണ്, അല്ലെങ്കിൽ മുഹരിം എന്ന്. ഹറാം എന്ന് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം അഹ്റമ യഹ്രിമിന്റെ കർത്താവ് മുഹരിം എന്നാണ്. അപ്പൊ ഹറാം എന്നും പറയാം. തഅമ്മൽ അംസിലത്തുൽ ആതിയ ലി വാവിൽ ഹാൽ. വാവിൽ ഹാലിന്റെ ഉദാഹരണം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഖുർആൻ വായിച്ചപ്പോൾ കിട്ടിയോ? ഇതായിട്ട് വാവിൽ ഹാല് ഖുർആൻ വായിച്ച സമയത്ത് ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് വാവിൽ ഹാലാണെന്ന് തോന്നിയ ഏതെങ്കിലും ആയത്ത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും? അതാണ് വൽ അസ്രിയോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ വായിച്ചപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ചിന്തിച്ച് പറയാൻ പറഞ്ഞില്ല. കണ്ടോ? കണ്ടു. ഫൻതലഖൂഹും യതഖാഫതൂൻ. ഫൻതലഖൂഹും യതഖാഫതൂൻ. لا يدخلنها اليوم عليكم مسكين. നേരത്തെ പറഞ്ഞ ആയത്തിലുള്ള സ്ഥലം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റും ഖുറാനിൽ കരുതണം. ഖുറാനിൽ അത് കണ്ടെത്താൻ വേണ്ടി ഖുറാൻ വായിച്ചു.
അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഖുർആൻ വായന ഒരു എന്താ ഖുർആൻ വായന ഒരു താല്പര്യജനകമായ ഒരു സംഗതിയാവും, ഇൻട്രസ്റ്റിംഗ് സംഗതിയാവും. അപ്പൊ എന്തായി? വാവിടെ കിട്ടി? ഇല്ല അതുകൊണ്ട് ഇജാ അത് വേറെ വാവ് ഇസ്തിനാഫിയാണ്. അത് ഇവിടെ പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ? സ്റ്റാർട്ടിങ് വാവ് പറഞ്ഞില്ലല്ലോ. ഇല്ല, ഇല്ല. വാവാത്തി വേറെ ഒരുപാടുണ്ട്. വാവ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ ഹാലിനെ കുറിച്ച് പറയുന്നത്. എനിവേ, നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ കണ്ടുപിടിക്കരുത് കേട്ടോ. വായിക്കുന്ന സമയത്ത് കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ചർച്ച ചെയ്യാൻ വളരെ എളുപ്പം. അംസലത്തിലാത്തിയ ഈ പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് വായിക്കുക. ഹജജത്തു വ അന സഗീറുൻ. ഇതാർത്ഥം കുട്ടിയായിരിക്കെ ഞാൻ ഹജ്ജ് ചെയ്തു. പിന്നെ ഒരിക്കൽ കൂടെ ഹജ്ജ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടെ ഹജ്ജ് ചെയ്യണം, കുട്ടിയായിരിക്കും ഹജ്ജ് ചെയ്തത്. അപ്പൊ പ്രായപൂർത്തിയായ സമയത്ത് ഫർളല്ലാത്ത സമയത്ത് അല്ലാത്ത ഹജ്ജായിരുന്നു. അസാനി ദഖൽതുൽ മസ്ജിദ വന്നാസു യഖ്റുജൂന മിൻഹു. ആളുകള് പിന്നെ പുറപ്പെടുന്ന സമയത്ത് ഞാൻ പുറപ്പെടുന്നല്ല, അവര് പുറത്തു പോകും. ജനങ്ങൾ പുറത്തു പോകുന്ന സമയത്താണ് പുറത്തു പോയിക്കൊണ്ടിരിക്കെ ഞാൻ മസ്ജിദിൽ പ്രവേശിച്ചു. സോറി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പള്ളി എന്ന് പറയുന്നത്. മാത്തർ റജുലു വഹുവ നായിമുൻ. ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാത്തർ റജുലു, ഉറങ്ങുന്നവനായിരിക്കെ അദ്ദേഹം മറിഞ്ഞടഞ്ഞു. ആയിഷ ജദ്ദി അക്സറ മിൻ മിഅതി ആമിൻ വമാത വഅന സഗീറുൻ. ആയിഷ ജദ്ദി അക്സറ മിൻ മിഅതി ആമിൻ. ഗ്രാൻഡ്ഫാദർ 100 വർഷത്തിലധികം ജീവിച്ചു. മാത്ത അനസ് ഞാൻ കുട്ടിയായിരിക്കെ മരിച്ചു. അദ്ദേഹം മരണമടഞ്ഞു. ആയിഷ ജദ്ദി അത് ഗ്രാൻഡ് പാരന്റ് അല്ലേ? ജദ്ദി എന്ന് പറഞ്ഞ ഉപ്പാടെ ഉപ്പയും. അബുൽ അബി ഔ അബുൽ ഉമ്മി. അക്സറ മിൻ മിഅതി ആമിൻ. തലബ്തുൽ ഇൽമ വഅന മുതസവ്വിജുൻ. എന്താർത്ഥം? ഞാൻ വിവാഹിതനായിരിക്കെ കുറെ അറിവുകൾ വിദ്യ നേടി. ഞാൻ പഠിച്ചു. തലബത്തുൽ ഇൽമ ഞാൻ വിജ്ഞാനം കരസ്ഥമാക്കി. വാന മുതസവ്വിജൻ ഞാൻ വിവാഹിതനായിരിക്കെ. ലാ തഖ്റഇ الصحيفة وأنت تمشي في الشارع. സ്ട്രീറ്റിൽ നടക്കുന്നവനായിരിക്കെ പത്രം വായിക്കരുത്. നടക്കുന്നവനായിരിക്കെ പത്രം വായിക്കരുത്. നടന്നുകൊണ്ട്, മലയാളത്തിൽ പറഞ്ഞാൽ നടന്നുകൊണ്ടെന്ന് പറയാം. റോഡിൽ നടന്നുകൊണ്ട് വായിക്കരുത്. അസ്സാബിർ ഖാല തആല ലാ തഖറബു الصلاة وأنتم سكارى. അബോധാവസ്ഥയിലായിരിക്കുമ്പോ നിങ്ങൾ നമസ്കരിക്കരുത്. ലഹരി ബാധിച്ചവനായിരിക്കും. ലഹരി ബാധിച്ചത് അപ്പൊ അബോധാവസ്ഥ വരില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോധം കെടുത്തുന്നതൊക്കെ ആ അനുവദനീയമല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ നമസ്കരിക്കാൻ പറ്റല്ലോ ഉസ്താദേ. നിങ്ങൾ ഹോസ്പിറ്റലുകാരൊക്കെ ബോധം കെടുത്തുന്നില്ലേ? ഹോസ്പിറ്റലുകാർ സുക്കാറാണോ അപ്പോഴും? സുക്കാറാണോ? അതിനെ കുറിച്ച് അത് പഠിക്കേണ്ട വിഷയമാണ് കേട്ടോ. ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഇട്ടുന്ന. നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മയക്കുന്നത്. ആ മയക്കുന്ന മരുന്നുകളൊക്കെയും മയക്കുമരുന്നുകളാണ്. അധികം കുടിച്ചാൽ, അധികം ഉപയോഗിച്ചാൽ ലഹരി ബാധിക്കുന്നതൊക്കെയും കുറച്ചും വിലക്കപ്പെട്ടതാണ്. അപ്പൊ മോർഫിൻ കൊടുക്കുമല്ലോ നമ്മൾ വല്ലാതെ വേദന സഹിക്കാത്ത രോഗികൾക്കൊക്കെ.
അതെ, അവർക്കൊന്നും വേദനയൊന്നും ഇല്ലായിരുന്നു പണ്ട്. അവരെന്ത് ചെയ്തിരുന്നത്, അവര് വേദന സഹിക്കാനുള്ള ഓപ്ഷൻ ആയിട്ടാണ് കണക്കാക്കി അമ്പ് അങ്ങോട്ട് കയറ്റിയിട്ട് തിരിച്ച് വലിച്ചു വരുന്നത് അവര് നമസ്കാരത്തിലായിരിക്കുമെന്നാണ്. എന്താണ് ഉസ്താദെ? നമസ്കാരത്തിലായിരിക്കുമ്പോൾ അമ്പ് വലിച്ചു വരാൻ പറഞ്ഞിരുന്നു. അത്രയ്ക്കും ശരീരത്തിൽ അമ്പ് തളച്ചു പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും അവര്, സ്വബോധം പോയിട്ട് പിന്നെ അവരുടെ എന്താ പറയാ ആത്മീയമായിട്ടൊരു ഇന്റേണൽ മെമ്മറിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യണം. എനിവേ, നമ്മള് ചിന്തിക്കാൻ ഞാൻ കിട്ടുന്നേ ഉള്ളൂ. ആവശ്യമില്ലാതെ നമ്മൾ അത്തരം ചികിത്സയ്ക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം വേറെ ചികിത്സ ഉണ്ട്. വരാത്തത് അപ്പം എന്താണ്, നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കെ നമസ്കാരത്തെ സമീപിക്കും. അടുത്ത് അസാലിസ് മയ്യിസ്. മയ്യിസ് എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിക്കുക കേട്ടോ. മയ്യിസ് നമ്മളെവിടെ പഠിച്ചത്? മയ്യിസ് പഠിച്ചിട്ടുണ്ട് ഇതുപോലെ മുമ്പ്, കഴിഞ്ഞ പാഠത്തില്. മയ്യിസ് വേർതിരിക്കുക, വേർതിരിക്കുക. വാവുൽ അത്തുഫ്. അപ്പൊ അത്തുഫിന്റെ വാവും മിൻ വാവിൽ ഹാൽ, വാവിൽ ഹാലിൽ നിന്നും വേർതിരിക്കുക. ഡിഫറൻഷിയേറ്റ് ഫിൽ ജുമലിൽ ആത്തിയ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. ثم اكتب then write it. ഇവിടെ വാവൽ അത്ഫ് വാവുൽ അത്തുഫ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള വാവ് അല്ല, അത് മയ്യിസ് എന്നുള്ളതിന്റെ മഫൂലും ബി ആയതുകൊണ്ടാണ് അങ്ങനെ വാവൽ അത്ഫ് എന്ന് പറഞ്ഞത്. മയ്യിസ് വാവൽ അത്തുഫി അതിന്റെ മഫൂലും ബിഹിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇത് ഒരു വാക്കെടുത്ത് പറയുമ്പോഴും ആ വാക്കിന് വ്യാകരണത്തിൽ യഥാർത്ഥ സ്ഥാനമില്ലെങ്കിൽ അതെന്ത് പറയാ, അതിന് നമ്മൾ ഒരു വ്യാകരണത്തിന് സ്ഥാനം കൊടുത്തിട്ടാണ് വായിക്കുക. അറബിയിൽ അങ്ങനെയാണ്, വ്യാകരണത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് വായിക്കുക. മയ്യിസ് വാവൽ അർത്ഥത്തിൽ സ്ഥാനമില്ലെങ്കിലും വ്യാകരണത്തിൽ സ്ഥാനം ഉണ്ടാവും. വാവുൽ അത്ഫിനെ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയാൻ പറ്റും. മലയാളത്തിൽ പറയുമ്പോൾ നേ എന്ന് ഉപയോഗിച്ചില്ലേ? വാവുൽ അത്ഫിനെ വാവുൽ ഹാലിൽ നിന്ന് വേർതിരിക്കുക എന്ന്. അപ്പൊ നേയും നിന്നും ഒക്കെ ഉപയോഗിച്ചല്ലോ. എന്നതുപോലെയാണ് മയ്യിസ് വാവൽ അത്ഫി മിൻ വാവിൽ ഹാലി. അപ്പൊ വാവിന് കസർ രണ്ടാമത്തെ വാവ്. മയ്യിദ് എന്ന് പറഞ്ഞാല് മറ്റേ ഓർഡർ ഫോം ആണ്. മയ്യിസ് ഓർഡർ ഫോം ആണ്. അതിന്റെ എന്തായിരിക്കും അപ്പൊ? മയ്യിസിന്റെ എന്തായിരിക്കും? മാവി എന്തായിരിക്കും? മാവി മയ്യതാണ്. സബ്ബിഹ് പറഞ്ഞാല് സബ്ബഹ, അതുപോലെ മയ്യദ. സബ്ബഹ മയ്യസ മയ്യസ മയ്യസ. അത്തുഫിന്റെ വാവിനെ വാവുൽ ഹാലിൽ നിന്നും വേർതിരിക്കുക. ഫിൽ ജുമൽ ആത്തിയ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. സുമക്തബ് വാവൽ അത്ഫി ബിൽ ലൗനിൽ അസ്റഖ്. അപ്പൊ നീലപ്പെഞ്ഞുകൊണ്ട് എഴുതാം. വക്തബ് വാവൽ ഹാലി ബിൽ ലൗനിൽ അഖ്ദർ. നിങ്ങളുടെ കിതാബ് ചിലപ്പോൾ വരയിടാനാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ കിതാബിൽ വരയിടാനാണ് പറഞ്ഞില്ല. ഇതിൽ കളർ കൊടുത്തിരിക്കുന്നോണ്ടാണ് കളറിൽ എഴുതാൻ പറഞ്ഞത്. എന്നാണല്ലോ പറഞ്ഞത്. ലോ ഹത്തൻ. ഹത്ത് എന്ന് പറഞ്ഞാൽ ഇടുക, ഇട്ടോ. അതെ, മലയാളത്തിൽ നമ്മൾ വര ഇടുക എന്നല്ലേ പറയുന്നത്, വര വെക്കുക എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വര ഇടുകയാണ് ചെയ്യുന്നത്, നിങ്ങളാക്കിൽ ചിലപ്പോൾ വെക്കുകയായിരിക്കും ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാറ് വെക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ വണ്ടി ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വണ്ടി എവിടെ ഇട്ടാന്ന് ചോദിക്കും. നിങ്ങൾ വരെ വണ്ടി എവിടെ വെച്ചെന്ന് ചോദിക്കും. നിങ്ങളെ വാച്ച് നടക്കും, നിങ്ങളെ വാച്ച് അല്ല, നിങ്ങളെ വാച്ച് ഓടും, ഞങ്ങളെ വാച്ച് ഓടും, നിങ്ങളെ വാച്ച് നടക്കും. ഓക്കെ, ബില്ലവൻ ലാസ്റ്റിലാക്കി. അപ്പൊ എന്തായിരുന്നാലും ഒന്നില് കളറിൽ ഇടുക, അല്ലെങ്കിൽ ഹത്ത് എന്ന് പറഞ്ഞാൽ ഇടുക, വര ഇടുക. ഒരു വരടാനും രണ്ട് വരെ. ഹത്തൈന് എന്ന് പറഞ്ഞാൽ രണ്ട് വരെ, ഡബിൾ ലൈൻ. ആ കിതാബ് ഞാൻ തുറന്നു വെച്ചിട്ടില്ല, ഇവിടെ ഉണ്ട്, പക്ഷേ തുറന്നില്ല. ഇവിടെ പറഞ്ഞ ബില്ലവനിൽ അസ്റഖ്, ബില്ലവനിൽ അഖ്ദർ. ഒന്ന് നീല കളർ, ബില്ലവനിൽ അഖ്ദർ പച്ച കളർ. الأول خرج المدرس من الفصل وذهب إلى مكتب المدير.
എന്ത് വാവാണ്? ഹത്തുഫ്, വാവുൽ ഹത്തുഫ്. വാവുലാത്തത്. അസാനി എന്താന്റെ അർത്ഥം? ഖറജ മുദരിസ് മിനൽ ഫസ്ലി വദഹബ ഇലാ മക്തബി മുദീരി. ഖർജൽ മുദരിസ് ഫസിലിൽ പോവുകയും ദഹബ ഇലൽ മക്തബിൽ മുദീരി എഴുതുകയും ചെയ്തു. ഇവിടെ ബോർഡില് ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു വന്നു. ആ എഴുതിയോ? അല്ല സോറി, മക്തബൽ മുദീർ വദഹബ മക്തബിൽ ഇലാ മുദീർ മക്തബിൽ മുദീരി. പ്രിൻസിപ്പാളുടെ മുദീരിന്റെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലേക്ക് പോയി, ആ, പോവുകയും ചെയ്തു. അതെ. ദഖൽതു അലൽ മുദീരി വഹുവ യക്തുബു. എഴുതിക്കൊണ്ടിരിക്കെ എഴുതിക്കൊണ്ടിരിക്കെ ബാവുൽ ആ, അപ്പം ഹാലാണ്, എഴുതിക്കൊണ്ടിരിക്കെ. വാവൽ ഹാലാണ്. കുമാർ സാഹിബിന്റെ ശബ്ദം കേൾക്കുന്നില്ല കേട്ടോ. ഉണ്ട് ഉസ്താദ്, കേൾക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കുന്നില്ല. ആ, ഇൻഷാ അല്ലാ. ഇപ്പൊ കുറച്ചു പേരായതുകൊണ്ട് എല്ലാവരുടെയും എനിക്ക് നോക്കാൻ പറ്റും ആരൊക്കെയാണ് മിണ്ടുന്നത്. ബുദ്ധിമുട്ടാണ്. വേഗം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതിന്റെ ഇടയിലായി പോകും. ഇപ്പം വാവൽ ഹാലാണ്. അസാലിസ് ദഖല ഹാമിദുൻ വമുആവിയത്തു വൽഹസനുൽ ഫാസില വൽമുദരിസു യശ്റഹു ദർസ. ഇതൊക്കെ അവിടെ വാവുൽ എന്തെല്ലാം വാവുണ്ട്? എല്ലാം 3 എണ്ണം. എല്ലാം വാവുലാത്ത് പറയണം. വൽ ഹസനു വൽ മുദരിസു, ആദ്യത്തെ പിന്നെ 2 എണ്ണം വാവുലാത്തഫ്, പിന്നെ ആ. വൽ മുദരിസു എന്നുള്ളത് യശ്റഹു ദർസ. ഓക്കെ, ആ, ഓക്കെ. എന്ത്? വാവുൽ ഹാല്. ആ, വൽ മുദരിസു യശ്റഹു ദർസ. അധ്യാപകൻ എന്താണ്? അത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ആ, പാഠം വിശദീകരിച്ചു കൊണ്ടിരിക്കെ ദഖല ഹാമിദുൻ വമുആവിയത്തു വൽ ഹസൻ. ആദ്യത്തെ 2 വാവും അത്തുഫാണ്. മൂന്നാമത്തേത് വാവുൽ ഹാലാണ്. അറാബിയ അരിഫുൽ ലുഗത്തൈനി الإنجليزية والفرنسية ഹത്തുഫ്. കിലാഹുമാ വാവുൽ അത്ഫി. കിലാഹുമാ പഠിച്ചില്ലേ നമ്മള്? മോത്താർ. جاءني الولد وهو يبكي ورجع وهو يضحك. جاءني الولد. വഹുവ, ഇവിടെ വാവുൽ ഹാല്. ജാഅനിൽ വലതു വഹുവ يبكي പിന്നെ ورجع. വറജഅ. ഇത് രണ്ടും വാവുൽ ഹാലാണ്. ഏത് രണ്ടും? വഹുവ യൽഹഖു എന്ന് പറയുന്നതും വഹുവ എന്താണ് യബിക്കി എന്ന് പറയുമ്പോഴും അത് രണ്ടും വാവുൽ ഹാലാണ്. പിന്നെ വാവുലാത്തഫ്. വറജ എന്നുള്ളിടത്ത് വാവുലാത്തഫ്. വാവുൽ. കോമ കഴിഞ്ഞ് കിടങ്ങുന്ന. കോമ കിടന്നാൽ അത് കഴിഞ്ഞിട്ട് മിക്കവാറും വാവുലാത്തഫായിരിക്കും. دخل إسماعيل المسجد والإمام يقرأ الفاتحة. ഇത് ആദ്യത്തത് രണ്ടും ദഖല ഇസ്മായിലുൽ മസ്ജിദ വല്ലിമാം. വാവുലാത്തഫ് അല്ല, ഇതിവിടെ അത് മാത്രം, ഹാല് മാത്രം. ഹാല് മാത്രമേ ഉള്ളൂ. ദഖല ഇസ്മായിലു മസ്ജിദ. ഇമാമ് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദഖല ഇസ്മായിലുൽ മസ്ജിദ പ്രവേശിച്ചത്. മസ്ജിദിൽ പ്രവേശിച്ചത് ഹാലാണ്. കുല്ലി വാവിൻ മിമ്മ വറദ ഫിൽ ജുമലത്തിലാക്കിയ. കുല്ലി വാവിൻ. നേരത്തെ പറഞ്ഞ 2 വാവ് പറഞ്ഞു. ഇവിടെ 3ാമതൊരു വാവ് വന്നായിരുന്നു, അതാരും കണ്ടില്ല. ഞാനത് പറഞ്ഞത്. വാവുൽ ഖസം. എവിടെ? അല്ല, അത് 2ാം, പിന്നെ വരാൻ പോകുന്നേ തോന്നുന്നുണ്ട്. അതല്ല ഉസ്താദേ. അതിനിടയിൽ വായിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു വാവ് ഉണ്ടായിരുന്നു. അതുപോലെ ഇമാമിൻ വലതൂരൊരു വാവില്ലേ? അത് ശരി, ആ വേടിന്റെ അകത്തുള്ളത്. അതെ, പക്ഷെ ചോദ്യത്തില് വാവുൽ ഹാലും വാവുൽ അത്തുഫും വേർതിരിക്കാനേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പക്ഷെ എന്നാലും ശ്രദ്ധയപ്പെട്ടില്ല അത്. അടുത്തത് അറാബിയ കുല്ലി വാവിൻ. ഓരോ ഇനത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ വാവിന്റെയും ഇനങ്ങൾ, ഓരോ വാവിന്റെയും ഇനം തിരിച്ചറിയുക അല്ലെങ്കിൽ വ്യക്തമാക്കുക. അയ്യൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, പോയിന്റ് ഔട്ട്. കുല്ലി വാവിൻ മിമ്മ വറദ ഫിൽ ജുംലത്തിലാക്കിയ. തുടർന്ന് വരുന്ന മിമ്മ വറദ. എന്താ വറദ? വറദ വന്നു.
കേട്ടാ. വർദുൻ എന്ന് പറഞ്ഞാൽ ആത്തിയത്ത് എന്നർത്ഥം അല്ലെ? മിമ്മ അതെ ആത്തിയത്ത് അത്ത, എന്നൊക്കെ പറയുന്നത് വറദ അത്ത. ആ വർദുൻ എന്ന് പറഞ്ഞാൽ റോസ്. വർദുൻ റോസ് അത്താഴം റോസ, പറയും. റോസ. ഏ? വിർദുൻ, വിർദുൻ. എന്താ റോസയോ? വർദുൻ ഫ്ലവർ, റോസ്. റോസ് ഫ്ലവർ. വർദ്ധുൻ. വിർദുൻ വർദ്ധുൻ ഫ്ലവർ എന്നല്ലേ ഉള്ളൂ, റോസ് എന്നില്ലല്ലോ. ഓക്കെ, റോസ് വേണ്ട, ഫ്ലവർ ആയിക്കോട്ടെ. ആ ആ വിർദുൻ വൽ മൗറൂദ് ഖുർആനിലുണ്ട്. അത് മൗറൂദ് ഇവിടെ വറദയുടെ അർത്ഥത്തിലുള്ള മൗറൂദാണ്. വിതറുന്നാണെങ്കിൽ ഭാരം, ഇത് വിതിറല്ല, വിർദുൻ. ഞാൻ പറയുന്ന മൂന്നും പറഞ്ഞ വാക്കുകളെല്ലാം മൂന്നക്ഷരവും ഒരേ പോലെയാണ്. അതിൽ അർക്കത്ത് മാത്രമേ മാറുന്നുള്ളൂ, അടയാളങ്ങൾ മാത്രമേ മാറുന്നു. വറദ വന്നു, വർദുൻ ഫ്ലവർ, വിർദുൻ ആവർത്തിച്ച് ചൊല്ലുന്നത്, വിർദുൻ. വിർദുൻ ഔറാദ് എന്നൊക്കെ പറയുമല്ലോ. നമ്മളെ പ്രാർത്ഥനയില്ലേ, പ്രാർത്ഥന. ആദാന്നുള്ള അർത്ഥം വരുമോ? ആദാ റിപ്പീറ്റഡ് എന്നുള്ളത്. അതെ, മടങ്ങിന്ന് രണ്ടർത്ഥം ഉണ്ടല്ലോ അതൊക്കെ. അതെ. അല്ല, അത് വിർദ് എന്ന് പറയുമ്പോഴത്തേക്ക് നൗണാണല്ലോ, നൗൺ ഫോം ആണല്ലോ വിർദ്. വിർദ് എന്ന് പറയുമ്പോ മസ്ദർ അല്ലേ? അല്ല അല്ലെ, വെറുതെ നമ്മൾ എന്താ അവസ്ഥ? വെറുതെ വറദ വന്നു, ഫലമ്മ വറദ മാ മദിയന. വിർദുൻ, വർദുൻ ജാ എന്നും അത്ത എന്നൊക്കെ പറയാം വറദയ്ക്ക്. വിർദുൻ, വർദുൻ ഫ്ലവർ, വിർദുൻ ആവർത്തിച്ച് വിർദ്. നമ്മളിപ്പോ രാവിലെ വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ദ്വാകളും ദിക്റുകളൊക്കെ ഉണ്ടല്ലോ. ദിക്ർ എന്ന് പറയുമ്പോഴത്തേക്ക് അള്ളാഹിന്റെ നാമം പറയുന്നതിനാണ് ദിക്ർ എന്നുള്ളത്. ദിക്ർ, അദ്കാർ. അപ്പൊ നമ്മൾ പറയുന്ന പിന്നെ രാവിലെയുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയാവുള്ളൂ. ചോദിക്കാത്ത കാര്യമുണ്ടല്ലോ നമ്മൾ ആവർത്തി പറയുന്നത്. റളിതു ബില്ലാഹി റബ്ബൻ അബിൽ ഇസ്ലാമി ദീനൻ അബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. അതിനെന്ത് പറയും? നമ്മൾ അത് എല്ലാ ദിവസവും പറയുന്ന സംഗതിയാണ്, ഒരു സംഗതിയാണ്. അതെന്താണ് ആവർത്തിച്ച് പറയുന്നതിന് വിർദ് എന്ന് പറയും. ചോദിക്കുന്നതാണെങ്കിൽ പ്രാർത്ഥന. അള്ളാന്റെ നാമം പരിചിത്തപ്പെടുത്തുന്നതാണെങ്കിൽ തസ്ബീഹ് എന്ന് പറയും. അള്ളാന്റെ നാമം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതാണെങ്കിൽ തഹ്ലീൽ എന്ന് പറയും. അള്ളാന്റെ നാമം സ്മരിക്കുന്നതാണെങ്കിൽ ദിക്ർ എന്ന് പറയും. അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ ദിനേന ആവർത്തിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ആവർത്തിക്കുന്നതിനാണ് വിർദ് എന്ന് പറയുന്നത്. വിർദ് ഔറാദിന്റെ ബഹുവചനം. അങ്ങനെ പറയില്ല, ആവർത്തിച്ച് സ്മരിക്കുന്നതെന്ന് പറയില്ല അല്ല, ആവർത്തിച്ച് പറയുന്നതുകൊണ്ടല്ല അതിന്. അതായത് അള്ളാന്റെ നാമത്തെ സ്മരിക്കുന്നത് കൊണ്ടാണ് അതിന് ദിക്ർ എന്ന് പറയുന്നത്. ഇതെല്ലാം ടെക്നിക്കൽ വാക്കുകളാണ് ഏറ്റവും. അത് യൂസേജിൽ ഉപയോഗിക്കുന്ന. പ്രയറിന് ആവർത്തിച്ച് ചോദിക്കുന്നതെന്ന് വരുമോ? അല്ല പറഞ്ഞ സുഹൃത്തെ, അല്ല സഹോദരി. ദുആ ആണെങ്കിൽ, പ്രാർത്ഥനയാണെങ്കിലാണ് അതിന് ദുആ എന്ന് പറയുന്നത്. ദൈവനാമം സ്മരിക്കുന്നതിന് ദിക്ർ എന്ന് പറയും. ഇത് രണ്ടും അല്ലാത്ത നമ്മൾ ആവർത്തിച്ച് പറയുന്നില്ല. ഇപ്പൊ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് പറയുന്നത് ആ ദിക്റാണോ? ദിക്റല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഈ പ്രതിജ്ഞ ആവർത്തിച്ച് പറയുകയാണ്. അതിന് വിർദ് എന്നാണ് പറയുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സംഗതി ഒക്കെ എഴുതി വെക്കാം. നമ്മൾ പഠിക്കാനും ഓർമ്മിക്കാനൊക്കെ എളുപ്പമാണ്. ഒരു ആശ്ചര്യകരമായ പ്രയോഗങ്ങൾ കൂടിയാണ്. അപ്പോ എന്തായാലും ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുല്ലി വാവിൻ, ഓരോ വാവിനെയും വ്യക്തമാക്കുക. വല്ലാഹി മാ ഗിബ്തു യൗമൻ. എന്താണ്? ഇനം. അതിന്റെ ബഹുവചനമാണ് അൻവാ. ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അൻവാ വന്നിട്ടുണ്ട്, നൗ വന്നിട്ടില്ലല്ലോ.
നന്മ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏകവചനം പഠിക്കണ്ടേ? അറിയില്ലല്ലോ അത് രണ്ടും ഒന്നാന്നുള്ളത്. ആ അതറിയണം. കാരണം ഒരു വാവ് കിട്ടിയാൽ അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ നോക്കണം. അടിസ്ഥാന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചത് ട്രൈലിറ്ററൽ വെർബ്സ് എന്ന് പഠിച്ചത് 3 അക്ഷരങ്ങൾ. അപ്പൊ അതിലുള്ള മൂന്ന് അംഗങ്ങൾ ആരൊക്കെയാണ്? പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടാവും. 3 പെർമനന്റ് മെമ്പർമാർ ആരൊക്കെയാണെന്ന് നോക്കണം. അങ്ങനെ പഠനം ആശ്ചര്യമാക്കുക. അല്ല നമ്മളെ ഈ അന്ധമായി പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സുപ്രഭാതത്തിൽ അടുത്ത ഒരാള് ഭയങ്കരമായ ഒരു മതഭക്തനായ ഒരാള്, അയാള് ഈ ഹിം എന്ന് പറഞ്ഞ് അയാൾ കുറെ ഫേസ്ബുക്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇവരൊന്നും അല്ലാതായിത്തീരും. നമ്മൾ ഓരോന്നും പഠിക്കുന്നതും സംഗതികളൊക്കെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും അത് അതിൻ്റെതായ രീതിയിൽ പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തലതിരിച്ചു പോകില്ല. അപ്പൊ വല്ലാഹി മാ ഗിബ്തു യൗമൻ വഅന സഹീഹുൻ ലാ ഹാദിഹി സനത വല സനത മാദിയ. വല്ലാഹി മാ ഗിബ്തു യൗമൻ വഅന സഹീഹുൻ അവിടെയാണ്. മാത്രം അത് വാവുൽ ഹാലാണ്. ആദ്യത്തേത് വല്ലാഹി സത്യം ചെയ്യുന്ന വാവുൽ ഖസം. മാ ഗിബ്തു യൗമൻ ആബ്സെന്റ് ആയില്ല. യൗമൻ യൗമിലുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വാവുണ്ട്. യൗമൻ അത് ആ വാവ് അല്ല മറ്റേ വാവുൽ ഹാലാണ്. വാവുൽ ഹാൽ. അപ്പൊ എന്താ അർത്ഥം? വാനസാഹിൻ ഞാൻ ആരോഗ്യവാനായിരിക്കെ ആബ്സെന്റ് ആയിട്ടില്ല. ഈ യൗമൻ ഒരു ദിവസവും ദിവസം പോലും. യൗമൻ അവിടെ യൗമ് ഒരു ദിവസം പോലും വരാൻ കാരണം എന്താണ്? യൗമ് നെക്കരായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലായിട്ടല്ല ഉപയോഗിച്ചത്. അത് കൂടാതെ നെക്കരായിട്ട് അൺസ്പെസിഫിക് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ദിവസവും ഞാൻ ആബ്സെന്റ് ആയിട്ടില്ല. വാനസഹിൽ അന്നേ ദിവസം എന്നല്ലേ വരുള്ളൂ. അല്യോം എന്ന് പറയുമ്പോൾ പ്രത്യേക ദിവസത്തെ സൂചിപ്പിക്കാൻ ചേർത്ത് ഉപയോഗിക്കും കേട്ടോ. എപ്പോഴും അല്യോം നമ്മള് എന്താ പറയാ സുമ്മരത്തുസ്തരുന്ന യോമയും അതൊക്കെ പഠിച്ചപ്പോ സമയത്തുള്ള യോമ് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. പിന്നെ യോമിന് ഇതുണ്ടാവും. യോമ സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വേറെ അർത്ഥം ഉണ്ടാവും. വാനസഹിഹുൻ ലാ ഹാദിഹി സനത വല സനതൽ മാദിയത. അർത്ഥം എന്താ? ഈ വർഷമാകട്ടെ കഴിഞ്ഞ വർഷമാകട്ടെ. അതെ, ആവില്ലാത്തത്. ഈ വർഷവും ഇല്ല കഴിഞ്ഞ വർഷവും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വർഷമാകട്ടെ കഴിഞ്ഞ വർഷമാകട്ടെ ഞാൻ ഒരു ദിവസവും ആബ്സെന്റ് ആയിട്ടില്ല. ഞാൻ ആരോഗ്യവാനായിരിക്കുക. അൽ ഖാമിസ് അക്മിൽ കുംല ജുംലത്തിൻ മിമ്മാ യഅതി ബിജുംലത്തിൻ ഹാലിയത്തിൻ മുനാസബത്തിൻ. ഈ മിമ്മ എഴുത്തി എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ മിമ്മ വർദ്ധ എന്ന് പറഞ്ഞാലും? അതെ, മിമ്മ വർദ്ധ, മിമ്മ എരിതു. ഇവിടെ എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഫേല് മുളാരിയാണ്. വറദ വരുമ്പോഴത്തേക്ക് എരിതു ഉപയോഗിക്കും. അക്മൽ കുല്ല ജുംലത്തിൻ മിമ്മ യഅതി തുടർന്ന് വരുന്നതിനുള്ള ഓരോ സെന്റൻസും കംപ്ലീറ്റ് ചെയ്യുക. ഈ ജുംലത്തിൻ ഹാലിയത്തിൻ ഒരു ഹാലിയായ ജുംല ഉപയോഗിച്ചിട്ട് ഒരു ഹാലിയായ ജുംല ഉപയോഗിക്കും. അതായത് വാവ് എങ്ങനെ വായിക്കും? ബ്രാക്കറ്റിനകത്തുള്ളത് വാവ് സൈദ ജുംലത്തുൻ ഇസ്മിയ. പ്ലസ് ഇട്ടാല് പ്ലസ് എന്ന് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റില്ലല്ലോ. അറബിയിലെ പ്ലസ് എന്ന് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. വ സൈദ് ജുംലത്തുൻ ഇസ്മിയത്തുൻ. വായും ജുംലത്തുൻ ഇസ്മിയത്തും ചേർത്ത് ഹാലിയായ സെന്റൻസ് ചേർക്കാം. ദഖൽതുൽ മസ്ജിദ ഒരു സ്യൂട്ടബിൾ വാക്ക് ചേർക്കാനാണ് പറഞ്ഞത്. ദഖൽതുൽ മസ്ജിദ എന്താ പറയാ? വഹുവമൻ ഹുവമൻ സലാത്തൊന്നും പറയണ്ട. ദഖൽതുൽ മസ്ജിദ വൽ ഇമാമു യർക്കഉ എന്ന് പറഞ്ഞാൽ കാരണം യർക്കഉ എന്ന് പറയുന്നത് നമസ്കാരത്തിലുള്ള തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്? അത് സാങ്കേതികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അസാനി
വസലത്തി ത്വായിറത്തു മതാറ ജുദ്ദത. എന്തായിരിക്കെ? കാത്തു നിൽക്കുന്നവനായിരിക്കെ, വെയിറ്റ് ചെയ്യണവനായിരിക്കെ. വന്നാസു വാന വാന അന്നാസു യദ്ഖുലൂൻ യദ്ഖുലൂൻ യദ്ഖുലൂന ആയിന അല്ലെങ്കിൽ വന്ന അസി വാന വാക്കിഫുൻ വാന വാഖിഫുൻ അമാമൽ മതാർ. വാക്കിഫുൻ എന്നാണോ പറയേണ്ടത്? എന്ത് പറഞ്ഞോ കുഴപ്പമില്ല, ജുംല ഇസ്മിയ ചേർക്കണതേ പറഞ്ഞുള്ളൂ. അല്ല ഉസ്താദ്, വാക്കിഫൻ എന്ന് പറയേണ്ടി വരുമോ? വാന വാക്കിഫുൻ എന്നാണോ പറയാ? വാക്കിഫുൻ വാക്കിഫ് എന്താ പറഞ്ഞത്? എന്തിനാ അവിടെ പത്ത് കൊടുത്തു? വേണ്ട അല്ലെ, മഫൂലും ബിഹി ഒന്നല്ലല്ലോ. വേണ്ട വേണ്ട. ഒരു മികന്നല്ല. വാന വാക്കിഫ് അമാമൽ മതാർ. വാക്കിഫ് എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കായിരുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു കോണ്ടസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ നിൽക്കായിരുന്നു, എവിടെ നിൽക്കായിരുന്നു എന്തെങ്കിലും പറയണം. മലയാളത്തിൽ പറയുമ്പോൾ ഒരു ആശയം മനസ്സിലാകണ്ടേ? ഹജജിത്തു വാക്കിഫുൻ ഹുനാക്ക എന്ന് പറയാലോ, അവിടെ നിൽക്കുമ്പോൾ. ഹുനാക്ക എന്ന് പറഞ്ഞാൽ എവിടെ? സെന്റൻസ് പറയുമ്പോൾ ഹുനാക്ക എന്ന് പറഞ്ഞാൽ എവിടെ? മത്താരി. ഗുൽമത്താരി എന്ന് കേൾക്കുന്നതൊക്കെ മനസ്സിലാവണ്ടേ? വാക്കിഫിൻ ഹുനാക്ക എന്ന് ഞാൻ അവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നു? വാന വാക്കിഫിൻ ഫിൽ മത്താർ ഔ അമാമൽ മത്താർ, അല്ലെങ്കിൽ വാന ജാലിസുൻ ഫിൽ ഖാഅ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഓഡിറ്റോ ഹാളിലിരിക്കുന്ന സന്ദർഭത്തിൽ ഫി ഖാഅത്തിൽ ഇന്തിളാർ, വെയിറ്റിംഗ് റൂം. വൽ മുൻതളിറൂന യന്തളിറൂൻ എന്ന് പറയുന്നത്. വന്നാസു യന്തളിറൂൻ വാന മുൻതളിറുൻ എന്നൊക്കെ പറയാം. വാന മുൻതളിർ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് കൂടെ പറയാം. വാന മുൻതളിർ മുൻതളിർ ത്വായിറത്തി, ഞാൻ ത്വായിറത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കെ ത്വായിറത്ത് വന്നു. വാന ജാലിസൻ അങ്ങനെ ജാലിസിൻ അതിന ജാലിസിൻ ആനയെന്ന് പറയണം. വാന ജാലിസിൻ ഫിൽ ഖാഅത്തി, ഞാനിവിടെ ഹാളിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ത്വായിറത്ത് വന്നത്. അസാലിസ് ഹജജിത്തു അന മിനൽ മക്കത്താന്ന് പറയാൻ പറ്റുമോ? അന മിനൽ മക്കത്താണെന്നാ പറയാ. മക്കയിലായിരിക്കുമ്പം അത് പറയാൻ പറ്റില്ലല്ലോ. മക്കയിലായിരിക്കുമ്പോ എന്നുള്ള ഇവിടെ ഇവിടെ പറഞ്ഞു. ജുംല ഇസ്മിയ പറയാൻ പറഞ്ഞു, ഹാൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ഓക്കെ. വാന സഈറുൻ അല്ലെങ്കിൽ വാന ഫി സഊദിയത്തി, അല്ലെങ്കിൽ വാന ഫിൽ മക്കത്തി, ഞാൻ മക്കയിലായിരിക്കും ഹജ്ജ് ചെയ്ത്. കുഴപ്പമില്ല, കാരണം ഞാൻ അവിടെ മക്കയിൽ ജോലി ചെയ്തിരിക്കുമോ എന്നൊന്നും അതാണ് ഉദ്ദേശിച്ചത്. പറയാൻ പറ്റുമോ അങ്ങനെ? പറയാം. വാന ഫിൽ മക്കത്ത, ഞാൻ മക്കയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ഹജ്ജ് ചെയ്തു. ആന ഹജ്ജത്തു മിറാറൻ വാന ഫി സഊദിയ, ഞാൻ സൗദിയിലുള്ളപ്പോഴാണ് പല പ്രാവശ്യം ഹജ്ജ് ചെയ്തത്. الرابع رأيت المدرس وهو يدخل المسجد. അദ്ദേഹം ക്ലാസ് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്ന സമയത്ത്, മസ്ജിദിൽ പ്രവേശിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. വഹുവ യദ്ഖുലുൽ മസ്ജിദ. വഹുവ യദ്ഖുലുൽ മസ്ജിദ എന്ന് പറയുന്നത് ജുംല ഇസ്മിയ ആവുന്നുണ്ടോ? ഹുവ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ജുംല ഇസ്മിയ ആവും കേട്ടോ. الرابع رأيت അത് കഴിഞ്ഞു. الخامس مات عمي. وأنا صغير. എല്ലാം സഗീറായിരിക്കും തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ വലിയതായില്ലേ, ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. مات عمي وأنا في المكتب അല്ലെങ്കിൽ في المستشفى. وأنا في المدرسة. وانا طالب. طالب. وانا طالب. ഞാൻ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴാണ് മരിച്ചത്. പുതിയ പുതിയ വാക്കൊക്കെ കൊണ്ടുവരില്ലേ, നമ്മള് പഠിച്ച വാക്കൊക്കെ ഉപയോഗിക്കണ്ടേ, ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ. السادس خرجت من المدينة. خرجت من المدينة. എപ്പോ പോയി?
ഒരുപാട് വാക്കില്ലേ? മദീന എപ്പോ പോയി? എന്തുവേണമെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ നേരത്തെ ഒരുപാട് വാക്ക് കിട്ടി, ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ചോദ്യം ചെയ്താണോ? കഴിഞ്ഞില്ലേ എന്താണ്? കുറെ പറഞ്ഞത് സഹീറിന് കുറെ സഹീർ ഒരുപാട് സഹീർ ആയിപ്പോയി. ഖറജത്ത് മിനൽ മദീനത്ത് മാത്രമല്ല, ഇവിടെ മാച്ച് ചെയ്യില്ല. ഞാൻ കുഞ്ഞായിരിക്കുക മദീനയിൽ നിന്ന് പുറപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഹിജറ പോയതാ. ഖറജത്ത് മിനൽ മദീനത്തി വന്നാസ് യുസല്ലൂന ഫിൽ മസ്ജിദി ഫി മസ്ജിദിൻ നബവി. ഓക്കെ, ഒരുപാട് വാക്ക് പറയാം. വസൽത്ത് റിയാദ വസൽത്ത് റിയാദ. ഖറജത്ത് മിനൽ മദീനത്തി വശംസു തഗ്റുബു വസൽത്ത് റിയാദ വശംസു തത്ലുഉ. ടെസ്റ്റുള്ളതാണ്. അല്ല, ഇങ്ങനത്തെ ഒരു വാക്കുണ്ട് അതില്. യഗ്റുബു യശാഖ ഉണ്ട്. ഞാൻ പറഞ്ഞു രണ്ടെണ്ണം ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ മാച്ചിങ് ആയിട്ട് പറയണമല്ലോ. വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഖമർ തത്വമാണെങ്കിൽ പറയാം. അപ്പം ഓക്കെ. അസ്താദിസ് ഇജാൽ കുല്ല ജുംലത്തിൻ മിമ്മാ യഅതി ജുംലതൻ ഹാലിയതൻ ലിജുംലത്തിൻ മിൻ ഇൻശാഇക. എന്താണ് ഇജാൽ കുല്ല ജുംലത്തിൻ മിമ്മാ യഅതി ജുംലതൻ ഹാലിയതൻ? നേരത്തെ പറഞ്ഞതിന്റെ മറ്റേ രൂപമാണ്. ഇവിടെ എന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? അൻത തംശി ഫിശ്ശാരിഇ. ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? ഹാലിയായ ജുംല ആക്കണം. ജഅൽ കുല്ല ജുംലത്തിൻ മിമ്മാ യഅതി ജുംലത്തൻ ഹാലിയത്തൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജുംലയെയും എന്ത് ചെയ്യണം? ജുംല ഹാലിയാക്കണം. ലി ജുംലത്തിൻ മിൻ ഇൻശാഇക. നീ പറയുന്ന മറ്റൊരു വാക്കിൻ്റെതായ മറ്റൊരു സെന്റൻസിന്റെ ഹാലാക്കി മാറ്റണം. നേരത്തെ പറഞ്ഞ നമ്മൾ ഇൻഷാ എന്താണ്? ഇൻഷാ Composition. അത് തന്നെ. എന്നോ ഒരു വാക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ആണ്. എന്താണെന്ന് ഉസ്താദേ? കോമ്പോസിഷൻ. നമ്മുടെ സ്കൂളിൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുമ്പോൾ പോലത്തെ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സബ്ജക്റ്റിന്റെ പേരൊക്കെ മാറ്റിയാണ് കൊടുക്കുന്നത്. എന്താണ് മലയാളത്തിൽ അന്ന് രചന എന്നാണ് പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷിൽ കോമ്പോസിഷൻ എന്ന് പറയും. നമ്മൾ സ്വന്തം സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് ഉദ്ദേശിച്ചത്. ഇൻഷ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു. ഇൻഷ നിർമ്മാണം. ഇതിന്നാണ് നിർമ്മിക്കുന്ന ആളെന്ന അർത്ഥത്തിൽ മുൻഷി വന്നത്. പിന്നെ അന്ന് മുൻഷി എന്ന് പറഞ്ഞ പരീക്ഷ ഉണ്ടായിരുന്നു. മുൻഷി കേട്ടിട്ടുണ്ടോ നിങ്ങള്? അറബി മുൻഷി എന്ന് പറയും. അപ്പൊ മുൻഷി പരീക്ഷ ഉണ്ടായിരുന്നു. മൗലവി പരീക്ഷ ഉള്ളതുപോലെ മുൻഷി പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മുൻഷി അറബി പഠിപ്പിക്കുന്ന ആൾക്ക് മുൻഷി പഠിച്ചിട്ട് വരുന്ന ആൾക്കും അറബി പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ട്. അങ്ങനെയാണ് പിന്നെ മുൻഷി എന്ന് പേരുണ്ട്. എനിക്ക് അൻഷയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനെന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഒരു സെന്റൻസ് ചേർക്കണം. എന്നിട്ട് ബാക്കി പറയുന്നത് ഹാലാക്കണം. എന്താ പറഞ്ഞേ? ആണോ? അല്ല, ഓക്കെ. الثاني أنا طفل. അല്ലത് വാവുൽ ഇത് വേണോ അല്ലേ? ആദ്യം സെന്റൻസ് പറയണം. കുട്ടിയായിരിക്കുമ്പോ ഞാൻ എന്ന് പറഞ്ഞാ പോരെ? ഒരുപാട് അമ്മ മരിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയും. എന്താ പറഞ്ഞ്? ഓക്കെ.
അത് ഞാൻ ചെയ്തു, ആയിക്കോട്ടെ ഇരിക്കട്ടെ. അസാലിസ് ഇത്തവണ പോവാ പ്രായപൂർത്തിയാവാതെ എങ്ങനെ ഇത്തവണ പോവാൻ ശരിയായിട്ടുണ്ടെന്ന് പറയാം. ഹജ്ജ് ചെയ്ത് പ്രായപൂർത്തിയാണ്. ഓക്കെ يقف المدرس يكتب الدرس على السبورة. എന്താണ് പറഞ്ഞത്? മൂന്നാമത്തെ അൽ وقف മുദരിസ് യക്തുബു ദർസ അല സബൂറത്തി. يقف المدرس എന്താക്കണം? يكتب ഇതിനെ الدرس. ഹാലാക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഹാലാക്കിയിട്ട് നിങ്ങൾ വേറെ സെന്റൻസ് പറയണം. വേറെ കഴിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ മൈൻഡ് വർക്ക് ചെയ്യാത്തത്? 9 ആയതുകൊണ്ടാ മൈൻഡ് വർക്ക് ചെയ്യാത്തത്. അല്ല, എന്താന്നറിയില്ല, മനസ്സിലായില്ല. ഇതുവരെ ഹാല് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ എന്താ ഈ ഹാല് പറയാത്തത്? വാനത്തുന്നൊക്കെ പറഞ്ഞു. ഇവിടെ മുദരിസിനെ ഹാലാക്കാൻ എന്ത് ചെയ്യണം? ദഖൽത്തുൽ ഫസ്ല വൽ മുദരിസു യക്തുബു ദർസ അല സബൂറത്തി. അല്ലെങ്കിൽ ദഖല ഹാമിദുൻ അദ്ദർസ. അല്ലെങ്കിൽ ദഖലത് സഫീറ അദ്ദർസ വൽ മുദരിസു യക്തുബു ദർസ അല സബൂറത്തി. എറിനൽ ജെർസ എന്ന് പറഞ്ഞൂടെ? എറിനൽ ജറസ എന്നാ? ഓക്കെ. എറിനൽ എന്ന് പറയാൻ പറ്റില്ല. റന്നൽ ജറസു. റന്നൽ ജറസു വൽ മുദരിസു യക്തുബു ദർസ അല സബൂറത്തി. അധ്യാപകൻ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുക, ബെല്ലടിച്ചു. അവിടെ എറിഞ്ഞു ദർസ എന്ന് അവിടെ മുലാരി ഉപയോഗിക്കാൻ കാരണം അവിടെ എന്താണ്, നമ്മൾ ഡ്രാമയ്ക്കിടയിൽ പറയില്ല, അതാ ബെല്ലടിക്കുന്നു, ഉടനെ കർട്ടൻ വീഴുന്നു എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അവിടെ എന്താണ് മുലാരിയായിട്ട് ഉപയോഗിച്ചതേ ഉള്ളൂ. ഇവിടെ നമുക്ക് അത് മാച്ച് ചെയ്യണമെങ്കിൽ റന്നൽ ജർസ എന്ന് പറയണം. الرابع المطر ينزل يركب الحافلة. ബസ്സിൽ കയറുമ്പോൾ നല്ല, പുറത്ത് നടക്കുമ്പോ, മുറ്റത്ത് നടക്കുമ്പോൾ അല്ല ആയിക്കോട്ടെ, എന്താ പൈകി നിങ്ങൾ അത് ബസ്സിൽ കയറിയത് എന്താ സംഭവം കറക്റ്റ് ആയിട്ട് പറയും. അല്ല അത് പറയട്ടെ. ഇറക്കബു അപ്പൊ ഇറക്കബു ആരാന്ന് പറയണ്ടേ? ഇറക്കബു എന്ന് ഫേല് പറഞ്ഞാൽ അതിന്റെ ഫാല് വേണം. റക്കിബൽ വലതു എന്ന് പറയാം. റക്കിബൽ വലതുൽ ബാസ വൽ മത്തറു യൻസിലു. മഴ പെയ്തുകൊണ്ടിരിക്കെ കുട്ടി ബസ്സിൽ കയറി. എന്ന് പറഞ്ഞൂടെ? ഒന്നൂടെ പറയും. ഖറജത്തുല്ലാബു മിനദ് ദർസി എന്ന് പറയും. മിനൽ ഫസിലി ഖറജത്തുല്ലാബു മിനൽ ഫസിലി വൽ മത്തറു യൻസിലു. മഴ പെയ്തുകൊണ്ടിരിക്കെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി. ഓക്കെ. അൽഹാമിസ് അശ്ശംസു തഖറുബു. എപ്പോഴും മസ്ജിദ് തന്നെ ആയിക്കോണമെന്നില്ല. വീട്ടിലാകാം, വേറെ ഓഫീസിലാകാം, എവിടെയും ആകാം. തഖറുബു. ഞാൻ സന്ധ്യ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വീട്ടിലെത്തി. അസ്സാദിസ് അൽ മുഅദ്ദിനു യുഖീമു. പള്ളി എന്താണ്? മസ്ജിദു പള്ളി പോവുകയാണ്. അല്ല, മസ്ജിദിലേക്ക്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി പോവുകയാണെന്നാണ്. മസ്ജിദ് പോവുകയാണ്. അല്ല, യഖ്റുജു ഇലൽ മദ്രസത്തി മൻ യഖ്റുജു. മൻ യഖ്റുജു. മനില്ലദി യഖ്റുജു. ആരാ പുറത്തു പോകുന്നത്? ക്രിയ പറയുന്ന
ക്രിയ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഫാലിനെ പറയണം. ഹാമിദുൻ ഹാമിദ് യഹ്റുജു ഹാമിദുൻ ആ പിന്നെ എവിടെ നിന്ന് പറയാം? എവിടെ നിന്ന് പുറപ്പെടുന്നു പറയാം? ഹാമിദുൻ ഖറജ പറയാം നമുക്ക്. ഖറജ ഹാമിദുൻ മിൻ ബൈത്തിഹി വൽ മുഅദ്ദിനു യുഖീമു. യുഖീമു. അപ്പൊ മൈക്കിലൂടെ അയാൾ കേൾക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തുകൊണ്ടിരിക്കെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അസ്സാബി അന സഗീറുൻ. അവിടെ അത് ചോദ്യത്തിൽ തന്നെ സഗീറുണ്ട്. അപ്പൊ ഹജ്ജ് ഉംറയും അല്ലാത്ത വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. കഴിഞ്ഞില്ലേ? എന്താണ്? എന്തായി? മരണം മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ അടങ്ങുന്നത്, വേറെ ഒന്നുമില്ല. ഒന്നും കൂടി ഉണ്ടല്ലേ. ഫലബുത്തുൽ ഇൽമ വഅന സഗീറുൻ പറ്റൂലേ? നേരത്തെ തലബത്ത് പഠിച്ചല്ലേ നമ്മള്? തലബത്തുൽ ഇൽമ വഅന സഗീറുൻ. ഞാൻ കുഞ്ഞായിരിക്കെ തന്നെ വിജ്ഞാനം സമ്പാദിച്ചു. അത് തന്നെ, അത് കൊള്ളാം. ഹഫീദുൽ ഖുർആന വഅന സഗീറുൻ. طيب ഒന്നുമില്ലല്ലേ? എന്താണ് അടുത്ത ക്ലാസ് എടുക്കണോ? ഇതെല്ലാം നിങ്ങൾ സ്വന്തം എഴുതേണ്ടതാണ്. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ്പോൺ ചെയ്യാം. ഹെഡിങ്ങിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. ഏത് ഹെഡിങ്? ഓരോ ക്വസ്റ്റ്യന്റെയും ഇതിന്റെ ഓരോന്നും ഞാൻ വ്യക്തമായി വായിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇജ്അൽ കുല്ല ജുംലത്തിൻ മിമ്മാ യഅതി. തുടർന്ന് വരുന്ന ഓരോ ജുംലയിൽ നിന്നും ജുംലയ്ക്കും ആക്കൂ. ഇനി എഴുതാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ വായിച്ചതെല്ലാം എഴുതാൻ നിങ്ങൾ സ്വന്തം എഴുതേണ്ടതായിരുന്നു എന്നാ പറഞ്ഞു. യത്ലുബുൽ മുദർരിസു ഇലാ കുല്ലി ത്വാലിബിൻ അൻ യഖറഅ അദ്ദർസ വഹുവ ജാലിസുൻ വഹുവ വാഖിഫുൻ ബിത്തഅക്കുദി മിൻ ഫഹ്മിഹി ലിൽ ജുംലത്തി. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത് ചോദിക്കാൻ പറ്റും. ഇരുന്നുകൊണ്ട് വായിക്കൂ, നിന്നുകൊണ്ട് വായിക്കൂ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. തഅക്കുദ് എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുന്നതിന്. അക്കദ ഉറപ്പുവരുത്തി, അക്കദ ഉറപ്പുവരുത്തി. ഇതൊക്കെ സ്പോക്കണിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ. നമ്മള് ലാംഗ്വേജ് സ്പോക്കൺ അല്ല, സ്ഫുടമായ ലാംഗ്വേജ് ആണ്, പക്ഷെ സംസാരത്തിൽ അധികമായി ഉപയോഗിക്കുന്ന വാക്കാണ് സാധാരണ. ഈ തഅക്കുദ് എന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ എന്ന് പറയുന്ന സംസാരത്തിൽ എപ്പോൾ ഉപയോഗിക്കുന്നു? മേക്ക് ഷുവർ, ടു മേക്ക് ഷുവർ. ലിത്തഅക്കുദ് യത്ലുബുൽ മുദർരിസു അധ്യാപകൻ ആവശ്യപ്പെടുന്നു. നമ്മൾ താക്കീദിന്റെ നൂൻ എന്നൊക്കെ പറഞ്ഞ ഇതിൽ നിന്നായിരിക്കും. അത് തന്നെ താക്കീദിന്റെ നൂൻ എന്ന് പറയുന്നത്. യത്ലുബുൽ മുദർരിസു അധ്യാപകൻ ആവശ്യപ്പെടുന്നു ഇലാ കുല്ലി ത്വാലിബിൻ ഓരോ സ്റ്റുഡന്റിനോടും അൻ യഖറഅ അദ്ദർസ പാഠം വായിക്കുന്നതിന്. വഹുവ ജാലിസുൻ അവൻ ഇരിക്കുന്നവരായിരിക്കെ, വഹുവ വാഖിഫുൻ അവൻ നിൽക്കുന്നവരായിരിക്കെ. ഒന്നുകിൽ ഇരുന്നുകൊണ്ട് വായിക്കാൻ പറയുക, അല്ലെങ്കിൽ നിന്നുകൊണ്ട് വായിക്കാൻ പറയുക. അപ്പോ കേൾക്കുന്ന ആൾക്ക് ലിത്തഅക്കുദി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മിൻ ഫഹ്മിഹി അവൻ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. മിൻ ഫഹ്മിഹി അവന്റെ ഗ്രാഹ്യം, ലിൽ ജുംലത്തി സെന്റൻസ് മനസ്സിലാക്കിയില്ലെന്ന് അറിയാൻ വേണ്ടി ഇഖ്റഇ വഅൻതി ജാലിസത്തുൻ ഇഖ്റ വഅൻത വാഖിഫുൻ എന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നോ ഇരിക്കുന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ അസാമിന തുഫീദു ലഅല്ല അത്തറജ്ജി വൽ ഇഷ്ഫാഖ്. ലഅല്ല എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രതീക്ഷയായിരിക്കും, അല്ലെങ്കിൽ വൽ ഇഷ്ഫാഖ് അഫ്രൈഡ് എന്ന് പറയുന്ന രീതിയിൽ ഭയം, ഭയപ്പെടുന്ന. വയത്തലിഹു അൽ ഫർഖു ബൈനഹുമ. വയത്തലിഹു എന്ന് പറഞ്ഞാൽ വ്യക്തമാകും, വാളിഹാകും.
വാലിഹ് ആകും. യത്തളഉ വ്യക്തമായി. അൽ ഫർഖു ബൈനഹുമാ അവ രണ്ടിനും ഇടയിലുള്ള വ്യത്യാസം. മിനൽ മിസാലൈനി അൽ ആത്തിയൈനി തുടർന്ന് വരുന്ന രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന്. ലഅല്ലഹു ഏത് തഫ്സീദു കേട്ടില്ല. തഫ്സീദു തുഫീദു തഫ്സീദ് ആണ്. തുഫീദു തുഫീദു എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ അല്ലേ? ഫായിദ. ആ അഫാദ യുഫീദു. ആ ഇതെന്താ ഇതാണ് യൂസ്ഫുൾ ഫലം എന്താണ്? ഫലം നൽകും. ഫലം നൽകും, പ്രയോജനം. ആ പ്രയോജനം ചെയ്യും, അല്ലെങ്കിൽ ഫലം നൽകും. ഇവിടെ ഫലം നൽകും. തുഫീദു അതായത് ഒരു ഒരു റിസൾട്ട് നൽകും എന്ന അർത്ഥത്തിലാണ്. യൂസ്ഫുൾ എന്നുള്ള ഫലം അർത്ഥല്ലേ? ഉണ്ടാക്കും. യൂസ്ഫുൾ മുഫീദത്തും യൂസ്ഫുൾ ആയിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നത്. അതായത് എക്സാക്ട് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ അല്ല. ഓരോ ഭാഷ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് വരുമ്പോൾ തുഫീദ് എന്ന് പറയുമ്പോൾ ഒരു യൂസ് നൽകും എന്ന് പറഞ്ഞാൽ ഒരു ഫലം നൽകും, ഫലമുണ്ടാക്കും. ഒരു പ്രയോജനം നൽകും എന്നൊക്കെയാണ്. ലാല്ല തറജിയുടെയോ ഇഷ്ഫാഖിന്റെയോ ഫലം നൽകും. വയത്തലഹുൽ ഫർഖു ബൈനഹുമ അവ രണ്ടിനെയും ഇടയിലുള്ള വ്യത്യാസം വ്യക്തമാകും. മിൻ മിസാലൈനിൽ ആത്തിയൈനി തുടർന്ന് വരുന്ന രണ്ട് ഉദാഹരണങ്ങളിൽ നിന്നും. ഒന്ന് ലഅല്ലഹു ബിഖൈർ, ഇതാണ് അവൻ നന്മ ഉദ്ദേശിക്കുന്നു, അവൻ നന്മയിലായിരിക്കും എന്ന് ഞാൻ നല്ല പ്രതീക്ഷിക്കുന്നു അവസ്ഥയിലായിരിക്കാം. എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നു. അയാൾക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലഅല്ല ബിഖൈറി ഐ ഹാലിൻ. അർജു അൻ യകൂന ബിഖൈരിൻ, അതായത് അർജു ഞാൻ ആഗ്രഹിക്കുന്നു അൻ യകൂന ബിഖൈരിൻ, അയാള് അങ്ങനെ ആവട്ടെ നന്മയിൽ എന്ന്. ആകാൻ. ഹാദാ തറജി, ഇതാണെന്ത് പ്രതീക്ഷ എന്ന് പറയും. ലഅല്ലഹു മരീദുൻ, അവൻ രോഗിയാണ്. ഈ അയക്കാം പ്രതീക്ഷ എന്നുള്ളതിന്റെ മാളി എന്തോ സ്ഥത വരിക? തർജി എന്ന് വരുമ്പോ റജായർജി റജ എന്നുള്ള വാക്കന്നെ വരിക അല്ലെ? റജായർജു റജാഉൻ എന്ന് പറയും. പക്ഷെ ഗ്രാമറിൽ അത് തറജി എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ റജ എന്ന് പറയുമ്പോൾ അതേ ഫത്തഹാണോ വരിക? അതെ യാവുൽ റജായർജു ദഅ യദ്ഉ പോലെ റജായർജു. എവിടെ പറഞ്ഞില്ല ഐ അർജു, അതായത് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താണ് റജായർജു എന്നാണ് അതിന്റെ ശരിക്കുള്ള ഭാഷാപ്രയോഗം. പക്ഷെ ഗ്രാമറിൽ അത് ഫേഡ് തറജി എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ രണ്ട് ലഅല്ലഹു മരീദുൻ, അവിടെ എന്താണ് അവൻ രോഗിയായേക്കാം. ലഅല്ലഹു ബിഖൈറിൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പോസിറ്റീവാണ്. പോസിറ്റീവാണ്. ലഅല്ലഹു മരീദുൻ എന്ന് പറയുമ്പോൾ എന്താണ് രോഗിയാണെന്നാണ്. അപ്പൊ എന്താണ് അതൊരു നെഗറ്റീവ് ആശയമാണ്. അപ്പൊ എന്താണ് അപ്പൊ അതായത് അഖ്ഷ അൻ യകൂന മരീദൻ, രോഗിയാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനാണ് ഫിഉലുൽ ഇഷ്ഫാഖ് എന്ന് പറയുന്നത്. അതാ അൽ ഇഷ്ഫാഖു. മദാ തുഫീദു ലഅല്ല ഫിൽ ജുംലത്തിൽ ആതിയ ലഅല്ലക നാജിഹൻ, എന്തായിരിക്കും? ഫിഉൽ തർജിയാണോ? അല്ല, തർജിയാണ്. ഞാൻ ജയിക്കും എന്നല്ലേ? അതെ, അത് പോസിറ്റീവാണ്. രണ്ട് ലാലി റാസിബുൻ, എന്താണ് തോക്കാനിടയുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ഫാഖാണ്. ലഅല്ലൽ ഇംതിഹാന സഹലുൻ, എന്താണ് തറജിയാണ്. ലഅല്ലൽ ഇംതിഹാന സഅബുൻ, എന്താണ് ഇഷ്ഫാഖാണ്. ഖാല ഫീ ഹജ്ജത്തിൽ വദാഇ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്, ഇങ്ങനെ ഒരു പ്രയോഗമാണ് ഉള്ളത്. എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയേണ്ട കാര്യമില്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മലയാളത്തിൽ തിരുമേനി പറഞ്ഞു എന്ന് പറയും. തിരുമേനി എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനമുള്ള ഒരു വ്യക്തി എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെയാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഫീ ഹജ്ജത്തിൽ വദാ, ഹജ്ജത്തുൽ വദാ എന്താണ്? വിടവാങ്ങൽ ഹജ്ജില് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന് മുമ്പുള്ള ഹജ്ജ് ഏതായിരുന്നു?
ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തുള്ളൂ. ആ ഹജ്ജിന് പറയുന്നത് വിടവാങ്ങൽ ഹജ്ജ് എന്നായിരുന്നു. ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. അപ്പൊ അതെന്താണ്? ഇഷ്ഫാഖ്. ഇഷ്ഫാഖാണ്. ഓക്കെ, ഇതിലേക്കും അംസിലത്തെ നുഖറ, അത് നമ്മൾ പിന്നെ വായിക്കാം. ഇതിലേക്കും അംസിലത്തെ നുഖറ. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈറൻ. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഖുർആൻ വായിച്ചു നോക്കണം. ടീച്ചേഴ്സ് ട്രെയിനിങ് ആരെങ്കിലും ചേർന്നോ? ഇതിൽ ടീച്ചർമാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു ടീച്ചറേ ഉള്ളൂ, വേറെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാൻ ടീച്ചറാകാം. മാരിയെക്കുട്ടി ചേർന്നല്ലോ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്. മാരിയെക്കുട്ടി ചേർന്നിട്ടുണ്ടോ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്? അവളെ പേര് കണ്ടതുപോലെ തോന്നി, അതാണ്. നമ്മുടെ ബുക്ക് എന്നാ വരിക? ഏത് ബുക്ക്? ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ? ഇതോ? ആ, ഇതിവിടെ നിന്ന് അയച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് ഓർഡർ അഡ്രസ് എത്തിയിട്ടില്ല. നിങ്ങൾ എന്താ പൈസ അടച്ചത്? കുറച്ച് പുസ്തകം പറഞ്ഞപ്പോ അടച്ചു. എന്നാന്ന് ഞാൻ ഓർക്കണില്ല, നോക്കിട്ട് വേണത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് അടച്ചിട്ടില്ലേ? കുറച്ച് ഫാത്തിമയാണോ? ഫാത്തിമയാണോ സഫീറയാണോ? സഫീറയ്ക്ക് കിട്ടി. സഫീറക്ക് കിട്ടിയെങ്കിൽ അതേ ഡേറ്റിലാണോ ഫാത്തിമ അയച്ചിരിക്കുന്നത്? ആവില്ല ഉസ്താദെ, ചിലപ്പോ അങ്ങനെ ആവില്ല. ഞാൻ നേരത്തെ അടച്ചിരിക്കുന്ന കാശ് താത്ത വൈകിട്ട് അടച്ചത്. അതെ. അപ്പൊ ചിലപ്പോ അന്നത്തെ കൂട്ടത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാത്തിമയുടെ പേര് കണ്ടായിട്ട് ഓർമ്മ. അടുത്ത ഓർഡറിൽ വരും. എനിക്ക് 2-3 ക്വസ്റ്റ്യൻ പേപ്പറും സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നു. കാരണം ഞാനത് 3-ാം ഭാഗം അയച്ചു കൊടുക്കേണ്ട ഒരാളുണ്ടായിരുന്നു, അതിന്റെ കൂട്ടത്തിൽ വെക്കേണ്ടതാണ്. അപ്പൊ ആളെന്ത് ചെയ്തു? ആള് മാറിപ്പോയി. ഞാൻ പാക്ക് ചെയ്ത് കിട്ടിയല്ലോ അല്ലേ? അതെ, അതിവിടെ കിട്ടി. നിങ്ങള് EMS ഇനി അയക്കരുത് കേട്ടോ. EMS ചാർജ് കൂടുതല. എനിക്കറിയില്ല അയച്ചത്. EMS പറഞ്ഞാല് EMS അറിഞ്ഞൂലേ? EMS നമ്പൂതിരിപ്പാടല്ല, എമർജൻസി മെയിൽ സർവീസ് എന്നാണ്. ഓ, അങ്ങനെ. നമ്മൾ വിചാരിച്ചു എമർജൻസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തുന്നതാണ്. അതൊരു ടെക്നിക്കൽ പേര് മാത്രമേ ഉള്ളൂ അവരുടെ. EMS എന്ന ഇപ്പൊ എന്താണ്? രജിസ്റ്റേർഡ് പോസ്റ്റ് ഇല്ല, ഡോക്യുമെന്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് ഇല്ല ഇപ്പോൾ. അത് നിർത്തിയിട്ട് ഇപ്പോ EMS ആണ്, എമർജൻസി മെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ പേരില്ലാത്തവർക്കും സ്വീകരിക്കാവുന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് ആണ്. പേരിലുള്ള ആളിന് വേണമെന്നില്ല. നമ്മളങ്ങനെ അയക്കാറില്ല. നമ്മള് സ്പീഡ് പോസ്റ്റ് തന്നെയല്ലേ ഉസ്താദ്? EMS എന്ന് പറഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് എന്നാണ്. EMS സ്പീഡ് പോസ്റ്റ് എന്നാണ് അതിന്റെ കൂടെ ഉണ്ട്. EMS പിന്നെ സ്പീഡ് പോസ്റ്റ്. EMS എന്ന അവരുടെ ഒരു എന്താണ് ടെക്നിക്കൽ പേരാണ്. പക്ഷേ ഇപ്പോൾ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഇല്ല, അതിന് പകരം സ്പീഡ് പോസ്റ്റ് ആക്കി. അപ്പോൾ സ്പീഡ് പോസ്റ്റ് നേരത്തെ തന്നെ ആദ്യം അവർ 15% ടാക്സ് കൂട്ടി. പിന്നീട് 15% ടാക്സ് നേരത്തെ കൂട്ടിയിരുന്നു. ഇപ്പൊ രജിസ്റ്റേർഡ് പോസ്റ്റ് ഇല്ലാത്തത്, ഡോക്യുമെന്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ചാർജ് വരുന്നത്. രജിസ്റ്റേർഡ് ലെറ്റർ ആണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ ഒരേ ചാർജാണ്. അപ്പൊ ആ സിസ്റ്റം നിർത്തിയിട്ട് സ്പീഡ് പോസ്റ്റ് മാത്രമാക്കി. അപ്പോ ഡിസ്റ്റൻസ് അനുസരിച്ച് ചാർജ് കൊടുക്കണം. ഇതൊന്നും ആരും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളാണ് കേട്ടോ. ഇത് നമ്മളെ പോലുള്ള സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. ഓക്കെ, എന്തായിരുന്നാലും ഇതിന് ഒരു ടീച്ചറുണ്ട്. വേറെ ആരെങ്കിലും ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുത്തോ? ഇത് നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത്? പഠിച്ചിട്ട് പഠിപ്പിക്കണ്ടേ? ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം വന്നിരിക്കുന്നു. നമുക്ക് തീരുമാനിക്കാം. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വയം പഠിക്കുകയും ചെയ്യാം. ഫാത്തിമ കുറച്ചാൾ പഠിപ്പിച്ചില്ലെന്നാ തോന്നിയത്? കുഴപ്പമില്ല സാർ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം സമയം കിട്ടാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ പഠിപ്പിച്ചത്? അപ്പൊ നമ്മൾ ഒന്നും കൂടി നന്നായി പഠിക്കും. നന്നായി പഠിക്കും, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ നമ്മളിപ്പം പൊതുവെ നല്ല ആൾക്കാർ തന്നെയാണ്, പക്ഷേ നമ്മൾ കൂടി വ്യക്തിപരമായി നന്നാകാൻ കൂടി ശ്രമിക്കും. 2 പ്രയോജനമുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കും, പഠിപ്പിക്കുന്ന കാര്യം നന്നായിട്ട് പഠിക്കും.
മറ്റൊന്ന് ഈ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൂടി നമ്മൾ ശ്രമിക്കും. അതുകൂടെ ഒരു അറ്റൻഡ് ചെയ്യാം. ഇത് പഠിച്ച കാര്യങ്ങളൊക്കെ ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കൂടുതൽ അറബി വായിക്കുക, ഹദീസ് കളക്ഷൻസ് വായിക്കുക, ഖുർആൻ വായിക്കുക, ഈ ചിന്തയോടുകൂടി ഖുർആൻ വായിക്കുക. ഹദീസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ തർജ്ജമ ഇല്ലാതെയാണ് വായിക്കേണ്ടത്. എന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് റിയാദ് സ്വാലിഹിന്റെ ഒക്കെ കിതാബ് കിട്ടും. അത് വായിച്ചാൽ അറബി മാത്രമുള്ള കിതാബ് കിട്ടും. അതെടുത്ത് വെച്ച് വായിക്കുക. അപ്പൊ നമുക്ക് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവും. ആ വിഷയത്തിൽ ഒരു ഖുർആൻ സൂക്തം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹദീസുകൾ ഉണ്ടാവും. ചിലപ്പോ മഹത് വചനങ്ങളൊക്കെ ഉണ്ടാവും. ഹദീസ്, ഖുർആന്, ഹദീസ്, മഹത് വചനങ്ങൾ, ഇങ്ങനെ ആ ഒരു ക്രമത്തിലാണ് ഉണ്ടാകുക ഒരു വിഷയത്തിൽ. അപ്പൊ ആ വിഷയത്തിൽ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മിണ്ടാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതില്. സത്താറ് മിണ്ടിയിട്ടില്ല. സത്താറ് വല്ലതും സംസാരിച്ചായിരുന്നോ? ഞാൻ താമസിച്ചാ കയറി വസ്തത്. ഇപ്പോഴാണ് നിങ്ങളെ പേര് കണ്ടപ്പോഴാണ് മിണ്ടിയ ശബ്ദം കേട്ടില്ല എന്ന് ഓർമ്മ. ഞാൻ സയ്യിദു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഷറഫ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ലുക്മാൻ ഇടയ്ക്ക് പെട്ടെന്ന് പറയണം കേട്ടോ. ലുക്മാൻ സാഹിബേ, ഇല്ലായിരുന്നു, ഇന്നിപ്പം തുടങ്ങിയതേ ഉള്ളൂ. നേരത്തെ എന്താ പറയാ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ ഇടയ്ക്ക് പറയുമ്പോൾ പറയുന്നതായിരിക്കും കേൾക്കുക. മാരിയക്കുട്ടിയുടെ ശബ്ദമേ കേട്ടില്ല. മാരിയക്കുട്ടിയാണോ മറിയക്കുട്ടിയാണോ? ശരി. ഇതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ.